ഞാൻ എബ്രഹാം മാത്യു കടുകമ്മാക്കൻ, 62 വയസ്സ്, കല്ലാനോടാണ് താമസം, കോഴിക്കോട് ജില്ലയാണ്. പറഞ്ഞാൽ മതി. ഞാൻ എബ്രഹാം മാത്യു. എൻ്റെ അമ്മ വീട്ടിൽ പണ്ട് ഈ കുടംപുളിയുടെ ഒരു കൃഷിയുണ്ടായിരുന്നു. അത് കാലപ്പഴക്കത്തിൽ ആ പുളിയും കൃഷിയൊക്കെ നിന്നുപോയി, വലിയ മരങ്ങളായിരുന്നത് പെടന്നുപോയി, ആ കൃഷി ഇല്ലാതെയായി പോവുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഒരു നല്ല ഇനം പുളി കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തി ആ പുളിയുടെ ഗുണഗണങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് ഏറ്റവും നല്ല വിശേഷപ്പെട്ട വർഗം പുളിയുടെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് പറ്റിയ ഒരിനം, അതിനോട് യോജിച്ചൊരു ഇനം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വളരെ കാലത്തെ നിരന്തര ശ്രമം നടത്തിയിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഒരു പുതിയ ഇനം റിലീസാക്കിയിട്ടുണ്ട്. ആ പുളിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ അടുത്തേക്ക് പണ്ടുണ്ടായിരുന്ന പുളിക്ക് ഒരു പാകേടുണ്ടായിരുന്നു. അത് വലിയ തെങ്ങ് പോലെ വലിയ വൃക്ഷമായിട്ട് ആകുകയായിരുന്നു. അപ്പോൾ അത് കയറി പറിക്കുന്നതിനും പാകായ കായകൾ ശേഖരിക്കുന്നതിനും നിലത്ത് വീണ് ചതയുകയൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള പാകേടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഞങ്ങൾ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു കുള്ളൻ ഇനം ഉണ്ടാക്കിയെടുത്താൽ വളരെ ഉയരം കുറഞ്ഞ മരമാകുമ്പോൾ അത് കായ പറിക്കാനും എല്ലാത്തിനും മരുന്ന് തെളിക്കാനും ഒക്കെ സൗകര്യമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ മരത്തെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്താണ്. ഞങ്ങൾ ഇസ്രയേൽ കണ്ടപ്പോൾ അവിടെ എല്ലാ ചെടികളും ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളാണ്. മാവ്, അതുപോലെ സപ്പോട്ട, പേര, അങ്ങനത്തെ ഉള്ള ചെടികളെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് വളരെ നിലത്തുനിന്ന് തന്നെ വിളവെടുക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് അവിടെ ഞങ്ങൾ കണ്ടത്. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി ഈ എടുത്ത തൈയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വർഷത്തോളം പ്രായമായി. ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-ാം വർഷം തൊട്ടേ കായ്ച്ചിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഉറ സാധാരണ പുളിക്ക് ഒരു പ്രാവശ്യം കറക്കി ഉപയോഗിക്കാൻ പറ്റുമ്പോൾ ഇതിന് 2 പ്രാവശ്യം കറക്കി ഉപയോഗിച്ചാലും വീണ്ടും ഇതിൻ്റെ പുളിരസം ഉള്ള ഒരു ചെടിയാണ്. വളരെ ഗുണം കൂടിയ ഒരു ചെടിയാണ്. തന്നെയല്ല ഇതിൻ്റെ കായ്കൾ താരതമ്യേന വളരെ വലുതാണ്. കാണിക്കുമ്പോൾ വളരെ വലുതാണ്. തന്നെയല്ല ഇത് വളരെ കൂടുതൽ എണ്ണം കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പൊന്തിച്ച് കാണിക്കുമ്പോൾ അടുത്ത് കാണിക്കുമ്പോൾ അങ്ങോട്ട് അടുത്ത കുറച്ച് പൊക്കി കാണിച്ചു. വേറെ അതൊന്ന് ഉയർത്തിപ്പിടിക്കൂ.
ഒരു പാകക്കേടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കായ കൂടിക്കഴിയുമ്പോൾ അതിൻ്റെ ശിഖരം ഭാരം താങ്ങാൻ കഴിയാതെ ഒടിഞ്ഞു പോകുക. ഇതുപോലെ 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 വലിയ ശിഖരങ്ങളിലും ഒടിഞ്ഞു പോകുന്ന സ്വഭാവമുണ്ട്. അത് ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. വലിയ ശിഖരങ്ങൾ കായയുടെ ഭാരം കൊണ്ട് ഒടിഞ്ഞിരിക്കുന്നു. കായയുടെ ഭാരം കൊണ്ട് ഇവിടെ ഒടിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് അവിടെ കാണിച്ചതൊന്ന് കാണിക്കൂ. ഇവിടെയും ഒടിഞ്ഞിരിക്കുന്നു, ഇവിടെയും ഒടിഞ്ഞിരിക്കുന്നു, ഇവിടെയും ഒടിഞ്ഞിരിക്കുന്നു. ഈ പുളിയുടെ ഉയരം ഏകദേശം ഒരു 40 സെൻറ്റിമീറ്റർ ഉയരമാണ് ഉള്ളത്. 40 അല്ല, ഒരു 50 സെൻറ്റിമീറ്റർ വരെ കഷ്ടി ഈ ഉയരമാണുള്ളത്. ഇത് ഇത്ര ചെറിയ വർഗ്ഗമായതുകൊണ്ട് ഇതിൻ്റെ കായ ശേഖരിക്കുന്നതിനും ധാരാളം ചെടികൾ, ഒരേക്കറിൽ ധാരാളം ചെടികൾ കൃഷി ചെയ്യുന്നതിനും ഉള്ള സൗകര്യം കിട്ടും. വലിയ മരമല്ലാത്തതിനാൽ വിളവെടുക്കുന്നതിനും ഭയങ്കര സൗകര്യമുണ്ട്. ഇതിൻ്റെ പുളിരസം 2 പ്രാവശ്യം കറക്കി ഉപയോഗിച്ചാലും പിന്നെയും ബാക്കിയുണ്ട്. തന്നെയല്ല, ഈ പുളിക്ക് ഉണങ്ങിക്കഴിയുമ്പോൾ ഞെക്കിയാൽ റൊട്ടി പതുങ്ങുന്നാൽ പതുങ്ങുകയും കൈ വിട്ടാൽ വീണ്ടും അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും ചെയ്യും. വളരെ മൃദുവായിട്ടുള്ളതാണ്. മരത്തിൻ്റെ തൊലി ഉണങ്ങിയതുപോലെ അല്ല, വളരെ മയമായിട്ടുള്ളതാണ്. സാധാരണ പുളിയിൽ നിന്നും കുറച്ചുകൂടി വിഭിന്നമുണ്ട്. എന്നുവെച്ചാൽ വലിയ ബോള് പോലെ, ബൂമ്പ് പോലെയാണ് നിൽക്കുക. തന്നെയല്ല, ഇതിന് ഇറച്ചി കുറച്ച് കൂടുതലുണ്ട്. നോക്കിയാൽ കാണാവുന്നതാണ്. ഉള്ളിലൊരു ചെറിയ കായം മാത്രമേ ഉള്ളൂ. തോട് വളരെ കട്ടിയുള്ളതാണ്. അതുകൊണ്ട് ഇത് ഉണങ്ങിയാൽ കാര്യമായിട്ട് കുറയുന്നില്ല. വളരെ തൂക്കം കൂടുതൽ കിട്ടുകയും ചെയ്യും. സാധാരണ ഉള്ളതിൽ നിന്നും വളരെ തൂക്കം കൂടുതൽ കിട്ടും. അത് ഈ ചെടിയുടെ പ്രത്യേകതയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചെടി ഒരു അത്ഭുത പുളിയാണ്. ഇതിൻ്റെ കായും ഒരു അത്ഭുത കായ തന്നെയാണ്. അത് ഗുണത്തിലും വലിപ്പത്തിലും എന്തുകൊണ്ടും തന്നെയല്ല, ഇതൊരു തോട്ടാടിസ്ഥാനത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു സാധാരണ കൃഷിക്കാരന് വളരെ ലാഭകരമായി ഒരു കാർഷിക വരുമാനം കിട്ടുകയും ചെയ്യും. ഇവൻ ഒന്നാമനാണ്. പഴുക്കുമ്പോൾ നല്ല കളർ കിട്ടുന്നു, പേട്ടുപുളി ഉണ്ടാകുന്നില്ല, ഗുണം കൂടുന്നു, ഉയരം കുറയുന്നു, ചെടികളുടെ എണ്ണം, ഒരേക്കർ അടിസ്ഥാനത്തിൽ കൃഷിയാണ്, ചെടികളുടെ എണ്ണം വളരെ കൂടുതൽ വയ്ക്കാൻ പറ്റും. നിലത്തുനിന്ന് പറിക്കാം. മരം കയറി പണ്ടുണ്ടായിരുന്ന പോലെ വലിയ മരത്തിൽ ആൾ കയറി പറിക്കുന്നൊരു സ്വഭാവം ഇതിന് ആവശ്യമില്ല. പാകമായത് മാത്രം ശേഖരിക്കുന്നു. എന്തുകൊണ്ടും ആകർഷകത്വമുള്ളതും ലാഭകരമായ ഒരു കൃഷിയാണ്. ഈ പുതിയ വർഗത്തെ ഞങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കുകയാണ്.
തെങ്ങിൻ്റെ തല പിടിക്കാൻ പറ്റുമോ? ഫോക്കസ് ചെയ്ത് തെങ്ങിൻ്റെ തല.